ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ളൊരു കേക്ക് ഡിസൈനുമായിട്ടാണ്. ആദ്യം തന്നെ നമുക്ക് കേക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 kg സ്പഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മിൽക്ക് കേക്കാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. കേക്കിന് മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്ന സിറപ്പ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് 1 കപ്പ് പാലും 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും 1/2 കപ്പ് മിൽക്ക് മെയ്ഡും ആഡ് ചെയ്തിട്ടാണ്. ഇത് മൂന്നും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ കേക്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ നനച്ചു കൊടുക്കണം കേക്ക്, എങ്കിൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുള്ളൂ. വളരെ കുറച്ച് വിപ്പിംഗ് ക്രീം മാത്രമേ ഞാനിവിടെ ലെയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ. അതിനുശേഷം മുകളിലെ ഭാഗത്ത് കുറച്ചധികം തന്നെ വിപ്പിംഗ് ക്രീം വെച്ച് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് സെറ്റ് ആക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ ക്രം കോട്ടിംഗ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ക്രം കോട്ടിംഗ് ഒക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് 15 മിനിറ്റ് ഫ്രീസറിലേക്ക് മാറ്റാം. ആ സമയം കൊണ്ട് നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാനുള്ള കളർ മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ലൈലാക്ക് കളറാണ് ഉപയോഗിക്കുന്നത്. ലൈലാക്ക് കളർ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 3 കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് അതിലേക്ക് 2 ഡ്രോപ്സ് പിങ്ക് കളറും 1 ഡ്രോപ്പ് റെഡ് കളറും 1 ഡ്രോപ്പ് ബ്ലൂ കളറുമാണ് മിക്സ് ചെയ്യേണ്ടത്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടോ, നമ്മുടെ ലൈലാക്ക് കളർ നന്നായി വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. 2 കളറും 2 പൈപ്പിംഗ് ബാഗിലാക്കി മാറ്റിയിട്ടുണ്ട്. ഈ കേക്കിനായിട്ട് ഞാനിനി വേറെ ഐസിംഗ് ഒന്നും ചെയ്യുന്നില്ല. ഇതിൻ്റെ സൈഡിലുള്ള ഡിസൈൻ ഞാൻ ലീഫ് നോസിൽ വെച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം പൈപ്പിംഗ് ബാഗിലേക്ക് ലീഫ് നോസിൽ വെച്ചതിന് ശേഷം ലീഫ് നോസിലിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഈ പൈപ്പിംഗ് ബാഗിൽ ഈ ലൈലാക്ക് കളർ നേരിയൊരു ലൈനായിട്ട് വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ വൈറ്റ് വിപ്പിംഗ് ക്രീം ഇതിലേക്ക് നിറച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഡിസൈനായിട്ട് കിട്ടും. ഇനി 2D സ്റ്റാർ നോസിൽ വെച്ച് കേക്കിന് മുകളിൽ ലൈലാക്ക് കളർ ഉപയോഗിച്ച് ഇതുപോലെ പൂക്കൾ വരച്ചു കൊടുക്കാം. ഇനി ഇതേ നോസിൽ ഉപയോഗിച്ച് തന്നെ കേക്കിൻ്റെ ഈ സൈഡ് വശത്ത് താഴെയായിട്ട് ഇതേപോലെ ചെറുതായി ഒന്ന് പ്രസ് ചെയ്തിട്ട് പൂക്കൾ വെച്ച് കൊടുക്കാം. അതിനുശേഷം മുകളിലും ഞാൻ ഇതേ ഡിസൈൻ തന്നെ ചുറ്റിലും കൊടുക്കുകയാണ്. ഇനി ഈ ഫ്ലവേഴ്സൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി വൈറ്റ് വിപ്പിംഗ് ക്രീം വെച്ച് ചെറിയ നോസിൽ ഉപയോഗിച്ച് ചെറിയ ചെറിയ പൂക്കൾ ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഫ്ലവേഴ്സിന് മുകളിലായിട്ട് ഞാനിവിടെ സിൽവർ ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈസി ആയിട്ടുള്ള കേക്ക് ഡിസൈനിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ബിഗിനേഴ്സിനൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കേക്ക് ഡിസൈനാണിത്.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലീസിനുമൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.